കേമാണല്ലോ, നല്ല രുചി, പ്രത്യേക ലഹരി. കിളിവാലൻ വെറ്റില, ചങ്കു പുഴുങ്ങിയ ചുണ്ണാമ്പ്, പാലിൽ വേവിച്ച കളിയടയ്ക്ക, ചാപ്പാടൻ പുകയില. ഭൈരവന് ഞാൻ കൊടുത്ത ഉപദേശ. എവിടെ പുടമുറിക്കാരൻ? ഇരിക്കൂ, ഞാനും കൂടാന്നും പറഞ്ഞു പോയതാ. അകത്തുള്ള ആൾക്ക് ദുഃഖം ഉണ്ടാവേ, സാന്ത്വനത്തിന് ഭൈരവൻ തന്നെ വേണ്ടേ? മറന്നോ, പുറത്താളുകൾ, നമ്മുടെ പുടമുറിക്കെത്തിയ അതിഥികൾ. അവർ കാത്തിരിക്കുമ്പോ പകൽ സമയത്തരുതെന്നല്ലേ പ്രമാണം? വേദസ്സു വർഷിക്കാൻ വട്ടം ചുറ്റിപ്പിടിച്ച പരമശിവന് വിലക്കിയ പാർവതിയല്ലേ നീ? അല്ലേ? കാലത്തിന്റെ മാറ്റം ധനുവിലെ തുടങ്ങി. കുമ്പച്ചൂട്. പുടമുറിക്കാരനെ എവിടെയെന്ന് അന്വേഷിക്കായിരുന്നു എല്ലാരും. ജ്യേഷ്ഠം പോയപ്പോ ഉത്തരവാദിത്തം മുഴുവനും എന്റെ ചുമലിലായി. മതിച്ചു നടന്ന ശീലമല്ലേ എനിക്കുള്ളൂ. രുദ്രൻ പാകമായിട്ട് വേണം ഒക്കെ അയാളെ ഏൽപ്പിക്കാൻ. അയാളില്ലേ എവിടെ? ഉണ്ട്. ജ്യേഷ്ഠന്റെ സമാധി വല്ലാതെ ഉലച്ചത് അയാളെയാ. അച്ഛനെ ഇത്രയും സ്നേഹിച്ച മകൻ ഉണ്ടായില്ല. ആരും ദുഃഖിക്കരുത്, എനിക്കത്രേ വേണ്ടൂ. ജ്യേഷ്ഠപത്നിയ വിധി. എനിക്ക് പുടമുറി കഴിക്കേണ്ടി വന്നില്ലേ? എന്റെ ഭാര്യയാകേണ്ടി വന്നില്ലേ? അതും ജ്യേഷ്ഠന്റെ 41-ാം നാളിന് മുമ്പ്. ഞാനാ ഉപദേശിച്ചത്, കുലസ്ത്രീയുടെ ചുടുകണ്ണീര് പടിഞ്ഞാറ്റയിൽ വീഴരുത്. കുലം മുടിയും, അല്ലെങ്കിലും മങ്കമ്മയ്ക്ക് ചെറുപ്പല്ലേ. ഞാൻ ആലോചിച്ചത് മറിച്ച. കയ്യും കണക്കുമില്ലാണ്ട് ആ ജ്യേഷ്ഠൻ സമ്പാദിച്ചത്. അത് തുണ്ടും തുന്നും ആകരുത്. മുഴുവൻ അവകാശവും ജ്യേഷ്ഠപത്നിക്ക് വന്നു ചേരണം. ഇവിടെ നിന്ന് ഇറങ്ങിയ ഒക്കെ തീർന്നില്ലേ? അതല്ലേ ആചാരം. പിന്നെ അങ്ങോട്ട് ഉത്തലത്തെ വടക്കപ്പുറത്തിരുന്ന് നരയ്ക്കല്ലേ വഴിയുള്ളൂ. ജ്യേഷ്ഠനെ പറ്റി ആലോചിക്കുമ്പോ സങ്കടം. ജ്യേഷ്ഠപത്നിക്കൊരു തുണയാകാൻ സാധിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ സന്തോഷം. വിലക്കണക്കട്ടെ. ആയിക്കോട്ടെ. തെയ്യം കഴിഞ്ഞേ പോകാവൂ എല്ലാവരും. ബ്രാഹ്മമുഹൂർത്തത്തിലാ. ജ്യേഷ്ഠനുള്ളപ്പോ പതിവാ. ആചാരവും അനുഷ്ഠാനവും നോക്കി ജീവിച്ച ആളല്ലേ. ആചാരവും അനുഷ്ഠാനവും തന്നെയാ ജ്യേഷ്ഠന്റെ ആയുസ്സെടുത്തതും. കേളിയാത്രം കെട്ടാനും ക്ഷേത്രത്തിൽ കിടക്കാനും വിഷം തീണ്ടാനും ഇടയാക്കിയത് വേറെന്താ? മുന്തിയ ഇടജാതിയല്ലേ തീണ്ടിയത്. ശിവസങ്കല്പത്തിലുള്ളതാ ഭൈരവൻ തെയ്യം. ഇവരനുഷ്ഠിക്കുന്ന കേളിപാത്രവും ശിവൻ തന്നെ. രണ്ടിന്റെയും പൊതു സ്വഭാവം ഭിക്ഷതണ്ടല. ഒന്നു മയങ്ങിപ്പോയി. ജ്യേഷ്ഠനാ പേരിട്ടത് എനിക്ക്, തെയ്യത്തിന്റെ. ജ്യേഷ്ഠനോട് എനിക്ക് ഒരു കാര്യത്തിലെ നീരസുണ്ടായിട്ടുള്ളൂ. മുടിയും ജട പിടിപ്പിച്ച് പ്രാകൃത വേഷത്തില് ഓരോരോ കുടി കയറി ചെല്ലുക, ഭിക്ഷ എടുക്കുക. ഈ ചാത്തോത്തിന്റെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയുള്ള മറ്റൊരു ഗ്രഹമുണ്ടോ ഈ ഏകരാജ്യത്ത്? രുദ്രം വലിയ ഗുരുക്കളും യോഗീശ്വരൻ തന്നെയായിരുന്നു. ഒരു ചിട്ടയും തെറ്റിച്ചിട്ടില്ല. പ്രയാഗെന്ന് വന്നവരായവരുടെ പൂർവീകര്. സാക്ഷാൽ പരമശിവന്റെ പിന്തുടർച്ചക്കാര്. ഭൂമിയിൽ ഭിക്ഷയെടുക്കേണ്ടി വന്നു പരമശിവന് 12 ആണ്ടുകാലം. ശിക്ഷയായിരുന്നു ബ്രഹ്മാവിന്റെ തലയറുത്തു നിന്നുള്ള ശിക്ഷ.
അതിന്റെ സ്മരണയ്ക്ക് ആ കേളിപാത്രം കെട്ടലും ഭൈരവൻ തെയ്യവും ഭിക്ഷതണ്ടലും ഒക്കെ